ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡ് മണിക എന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ അവിവേകഃ പരം ആപദാം പദം എന്ന ചാപ്റ്ററിൻ്റെ എക്സസൈസ് എക്സ്പ്ലനേഷനാണ്. നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇവിടെ എക്സസൈസിന് മുന്നേ കൊടുത്തിരിക്കുന്നത് ഇതം അപ്പി ജാനന്തു, ഇതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ. ഓക്കെ, സന്ധിയുക്ത പദാനിയുണ്ട്, സന്ധികാരിയുണ്ട്. അപ്പോൾ ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. നിമ്നലിഖിത പ്രശ്നാനാം ഉത്തരാണി ഏകപദേന ലിഖത. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം 1 വേർഡിൽ എഴുതുക. ആദ്യത്തെ ചോദ്യം നോക്കാം. ഉജ്ജയിന്യാം കിം നാമ വിപ്രഹ അവസത്. ഉജ്ജയിനി നഗരത്തിൽ എന്തു പേരുള്ള ബ്രാഹ്മണനായിരുന്നു താമസിച്ചിരുന്നത്? മാധവഃ, മാധവ. മാധവഃ കേന ശ്രാദ്ധാർത്ഥം നിമന്ത്രിതഃ. മാധവ് ആരാലാണ് കഴിക്കാനായിട്ട് വിളിക്കപ്പെട്ടത്? രാജ്ഞ, രാജാവാൽ. അക്രിയമാണസ്യ കർത്തവ്യസ്യ രസം കഃ പിബതി. ചെയ്യാത്ത കടമയുടെ രസം ആരാണ് കുടിക്കുന്നത്? കാലഃ, കാലം, അതായത് സമയം. കിം കരോമി ഇതി കഃ ചിന്തയതി. നീ എന്ത് ചെയ്യും എന്ന് ആരാണ് ചിന്തിച്ചത്? മാധവഃ, മാധവ്, അല്ലെങ്കിൽ ബ്രാഹ്മണഃ എന്ന് എഴുതാം. ഓക്കെ, അടുത്ത നോക്കാം. കൃഷ്ണസർപ്പഃ കേന ദൃഷ്ടഃ. കൃഷ്ണസർപ്പം ആരാലാണ് കാണപ്പെട്ടത്? നകുലേന, കീരിയാൽ. നകുലം കഃ വ്യാപാദിത്വാൻ. കീരിയെ ആരാണ് കൊന്നുകളഞ്ഞത് അല്ലെങ്കിൽ കൊന്നത്? മാധവഃ, മാധവ്, അല്ലെങ്കിൽ ബ്രാഹ്മണഃ. സമ്പദഃ കം വൃണത്തെ. സമ്പത്ത് ആരെയാണ് പ്രിഫർ ചെയ്യുക? വിമർശകാരണം, ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരെ. അടുത്ത ചോദ്യം നോക്കാം. അധോലിഖിത പ്രശ്നാനാം ഉത്തരാണി പൂർണ്ണവാക്യേന ലിഖത. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം പൂർണ്ണരൂപത്തിൽ എഴുതുക, അതായത് കംപ്ലീറ്റ് സെൻറ്റൻസിൽ വേണം എഴുതാൻ. അപ്പോൾ നമുക്ക് നോക്കാം. ബ്രാഹ്മണഃ ബാലകസ്യ രക്ഷാयै കം ഉപായം അചിന്തയത്. ബ്രാഹ്മണഃ ബാലകസ്യ രക്ഷാयै ഉപായം അചിന്തയത് യത് അഹം ഇമം പുത്രനിർവിശേഷം നകുലം ബാലരക്ഷായാം വ്യവസ്ഥാപ്യ ഗച്ഛാമി. ബ്രാഹ്മണൻ കുട്ടിയുടെ രക്ഷയ്ക്കായിട്ട് ഉപായം ചിന്തിച്ചതെന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ പുത്രന് സമമായ കീരിയെ കുട്ടിയുടെ രക്ഷയ്ക്കായിട്ട് ഏൽപ്പിച്ചിട്ട് പോകുമെന്ന്. ഓക്കെ, അടുത്ത നോക്കാം. ബ്രാഹ്മണേന അവിചാര്യ കിം കൃതം. ബ്രാഹ്മണനാൽ എന്ത് പ്രവൃത്തിയാണ് ചിന്തിക്കാണ്ട് സംഭവിച്ചത്? ബ്രാഹ്മണനാൽ ഒന്നും ചിന്തിക്കാതെ എന്താണ് സംഭവിച്ചത്? ബ്രാഹ്മണേന അവിചാര്യ നകുലഃ മാരിത. ബ്രാഹ്മണനാൽ ഒട്ടും ചിന്തിക്കാതെ കീരി കൊല്ലപ്പെട്ടു. ആരാ കൊന്നേ? ബ്രാഹ്മണൻ. ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. കാലഃ കസ്യ രസം പിബതി. സമയം എന്തിൻ്റെ രസമാണ് കുടിക്കുന്നത്? എന്തിൻ്റെ ആനന്ദമാണ് ഇല്ലാണ്ടാക്കുന്നത്? കാലഃ ക്ഷിപ്രമക്രിയമാണസ്യ കർത്തവ്യസ്യ രസം പിബതി. കാലം, അതായത് സമയം, പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വരുമ്പോഴാണ് അതിൻ്റെ പ്രാധാന്യം നശിപ്പിക്കുന്നത്. കീദൃശഃ നകുലഃ ബ്രാഹ്മണസ്യ ചരണയോഃ അലുട്ടത്. എപ്രകാരമുള്ള കീരിയാണ് ബ്രാഹ്മണൻ്റെ കാലിൽ ഉരുണ്ടത്, റോൾ ചെയ്തത്? രക്തവിലിപ്ത മുഖപാദഃ നകുലഃ ബ്രാഹ്മണസ്യ ചരണയോഃ അലുട്ടത്. അതായത് രക്തത്താൽ മുങ്ങിയ മുഖവും പാദങ്ങളുമുള്ള കീരിയാണ് ബ്രാഹ്മണൻ്റെ ചരണങ്ങളിൽ, അതായത് കാലിൽ ഉരുണ്ടത്. നകുലേന കഃ വ്യാപാദിതഃ. കീരിയാൽ
ആരാണ് മരണപ്പെട്ടത്? നകുലേന സർപ്പഃ വ്യാപാദിതഃ. കീരിയാൽ സർപ്പമാണ് മരണപ്പെട്ടത്. പരമാപദാം പദം കിം? ഏറ്റവും വലിയ പ്രശ്നങ്ങളുടെ ഇടം എന്താണ്? പരമാപദാം പദം അവിവേകഃ അസ്തി. ഏറ്റവും വലിയ പ്രശ്നങ്ങളുടെ ഇടമെന്ന് പറയുന്നത് വിവേകമില്ലായ്മയാണ്. അടുത്ത ചോദ്യം നോക്കാം. സമ്പദഃ കീദൃശഃ ഭവന്തി? സമ്പത്ത് എങ്ങനെയുള്ളതാണ്? സമ്പദഃ ഗുണലുബ്ധാഃ ഭവന്തി. സമ്പത്ത് ഗുണങ്ങളെ ആകർഷിക്കും വിധമുള്ളതാണ്. അധോലിഖിത വാക്യേഷു സ്ഥൂലപദാനി ആശ്രിത്യ പ്രശ്നനിർമ്മാണം കുരുത. താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ബോൾഡായിട്ട് കാണുന്ന ലെറ്റേഴ്സിനെ ആധാരമാക്കിയിട്ട് ചോദ്യങ്ങൾ നിർമ്മിക്കുക. ആദ്യത്തെ ചോദ്യം നോക്കാം. മാധവഃ ഉജ്ജയിന്യാം അവസത്. മാധവ് ഉജ്ജയിനി നഗരത്തിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ എവിടെയാണ് താമസിച്ചിരുന്നതെന്നാണ് പറയേണ്ടത് അല്ലേ? അപ്പോൾ എന്തെഴുതും? മാധവഃ കുത്ര അവസത്. മാധവ് എവിടെയാണ് താമസിച്ചിരുന്നത്? അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ബ്രാഹ്മണി ശിശോഃ രക്ഷാർത്ഥം ബ്രാഹ്മണം നിയോജ്യ സ്നാതും ഗത. ഇവിടെ ബ്രാഹ്മണം എന്നതാണ് ബോൾഡിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ബ്രാഹ്മണി അതായത് ബ്രാഹ്മണൻ്റെ ഭാര്യ കുഞ്ഞിൻ്റെ രക്ഷയ്ക്കായിട്ട് ബ്രാഹ്മണനെ ഏൽപ്പിച്ചിട്ട് കുളിക്കാനായി പോയി. അപ്പോൾ ആരെ ഏൽപ്പിച്ചിട്ടെന്നാണ് വരേണ്ടത് അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതും? ബ്രാഹ്മണി ശിശോഃ രക്ഷാർത്ഥം കം നിയോജ്യ സ്നാതും ഗത. ബ്രാഹ്മണി കുഞ്ഞിൻ്റെ രക്ഷയ്ക്കായിട്ട് ആരെ ഏൽപ്പിച്ചിട്ടാണ് കുളിക്കാനായി പോയത്? അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ബ്രാഹ്മണഃ ദാരിദ്ര്യാത് അചിന്തയത്. ബ്രാഹ്മണൻ ദാരിദ്ര്യം കൊണ്ട് ചിന്തിച്ചു. എന്തുകൊണ്ട് ചിന്തിച്ചു അല്ലെങ്കിൽ എന്ത് കാരണത്താൽ ചിന്തിച്ചു എന്നാണ് ക്വസ്റ്റ്യൻ വരേണ്ടത് അല്ലേ? അപ്പം എങ്ങനെ എഴുതും? ബ്രാഹ്മണഃ കസ്മാത് അചിന്തയത്. ബ്രാഹ്മണൻ എന്ത് കാരണത്താലാണ് ചിന്തിച്ചത്? അടുത്ത നോക്കാം. യദി കാര്യം ക്ഷിപ്രം ന ക്രിയത്തെ തഥാ കാലഃ തസ്യ രസം പിബതി. ചെയ്യേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സമയം അതിൻ്റെ പ്രാധാന്യം ഇല്ലാണ്ടാക്കും. അപ്പം തസ്യ അതിൻ്റെ എന്നാണ് വന്നേക്കുന്നത് അല്ലേ? ആരുടെ എന്നാണ് ക്വസ്റ്റ്യൻ വരേണ്ടത്. ഓക്കെ, അപ്പം എങ്ങനെ എഴുതും? യദി കാര്യം ക്ഷിപ്രം ന ക്രിയത്തെ തഥാ കാലഃ കസ്യ രസം പിബതി. ചെയ്യേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കാലം അതായത് സമയം ആരുടെ രസമാണ് കുടിക്കുക, ആരുടെ പ്രാധാന്യമാണ് നശിപ്പിക്കുക? അടുത്ത നോക്കാം. സ ബ്രാഹ്മണഃ നകുലം ബാലരക്ഷായാം വ്യവസ്ഥാപ്യ. ആ ബ്രാഹ്മണൻ കീരിയെ കുഞ്ഞിൻ്റെ രക്ഷയ്ക്കായിട്ട് ഏൽപ്പിച്ചു. അപ്പം നകുലം എന്നതാണ് ബോൾഡിൽ എഴുതിയേക്കുന്നത്. അപ്പോൾ എങ്ങനെ എഴുതും ക്വസ്റ്റ്യൻ? എങ്ങനെ വരിക? സ ബ്രാഹ്മണഃ കം ബാലരക്ഷായാം വ്യവസ്ഥാപയത്. ആ ബ്രാഹ്മണൻ ആരെയാണ് കുഞ്ഞിൻ്റെ രക്ഷയ്ക്കായിട്ട് ഏൽപ്പിച്ചത്? അടുത്ത നോക്കാം. നകുലഃ സമീപം ആഗച്ഛന്തം കൃഷ്ണസർപ്പം അമാരയത്. കീരി അടുത്തോട്ട് വന്ന കൃഷ്ണസർപ്പത്തെ കൊന്നു. അപ്പം കൃഷ്ണസർപ്പം എന്നാണ് ബോൾഡിൽ എഴുതിയേക്കുന്നത്. അപ്പം അതിനെ അടിസ്ഥാനമാക്കിയിട്ട് എന്ത് ചോദ്യം വരിക? നകുലഃ സമീപം ആഗച്ഛന്തം കം അമാരയത്. കീരി അടുത്തേക്ക് വന്ന എന്തിനെയാണ് കൊന്നത്? അടുത്ത് നോക്കാം. നകുലസ്യ മുഖം പാദാഹ ചരക്തേന വിലിപ്താഹ. നകുലൻ അതായത് കീരിയുടെ മുഖവും പാദങ്ങളും രക്തത്താൽ മുങ്ങി. എന്താൽ മുങ്ങി എന്നാണ് പറയേണ്ടത് അല്ലേ? അപ്പോൾ എന്തെഴുതും? നകുലസ്യ മുഖം പാദാഹ ചക്കേന വിലിപ്താഹ. കീരിയുടെ മുഖവും പാദങ്ങളും എന്താലാണ് മുങ്ങിയത്? അടുത്ത ചോദ്യം നോക്കാം. അധോലിഖിത പ്രശ്നാൻ യഥാനിർദ്ദേശം ഉത്തരത്ത്. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് എഴുതുക. ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്, അതനുസരിച്ച് വേണം നമ്മൾ ആൻസർ എഴുതേണ്ടത്. ഓക്കെ, ആദ്യത്തെ ചോദ്യം നോക്കാം. അസ്തി ഉജ്ജയിന്യാം മാധവഃ നാമ വിപ്രഃ. ഉജ്ജയിനി നഗരത്തിൽ
മാധവ് എന്ന പേരുള്ള ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അസ്മിൻ വാക്യേ, ഈ സെൻറ്റൻസിൽ കിം ക്രിയാപദം പ്രയുക്തം, എന്ത് ക്രിയാപദമാണ് പ്രയോഗിച്ചിരിക്കുന്നത്? അസ്തി. അടുത്ത നോക്കാം. കിന്തു ബാലസ്യ അത്ര രക്ഷകഃ നാസ്തി, പക്ഷേ കുട്ടിയുടെ രക്ഷയ്ക്കായിട്ട് ഇവിടെ ആരും തന്നെ ഇല്ല. അത്ര കിം കർത്തൃപദം വർത്തതേ, ഇവിടെ കർത്തൃപദം ഏതാണ്? രക്ഷകഃ. ബ്രാഹ്മണം ദൃഷ്ട്വാ നകുലഃ രക്തവിലിപ്തമുഖപാദഃ തസ്യ ചരണയോഃ അലുട്ടത്. ബ്രാഹ്മണനെ കണ്ട കീരി രക്തത്താൽ മുങ്ങിയ പാദങ്ങളും മുഖവും ഏന്തി അയാളുടെ ചരണങ്ങളിൽ, അയാളുടെ കാലുകളിൽ ഉരുളാൻ തുടങ്ങി. അസ്മിൻ വാക്യേ, ഈ സെൻറ്റൻസിൽ കിം വിശേഷപദം പ്രയുക്തം, എന്ത് വിശേഷപദമാണ് പ്രയോഗിച്ചിരിക്കുന്നത്? നകുലഃ. അടുത്ത നോക്കാം. അത്രാന്തരെ ബ്രാഹ്മണോ അപ്പി ശ്രാദ്ധം ഗൃഹീത്വാ ഗൃഹം ഉപാവൃതഃ. ഇതിൻ്റെ ഇടയിൽ ബ്രാഹ്മണനും ശ്രാദ്ധം ഗ്രഹിച്ച് വീട്ടിലേക്ക് തിരിച്ചു വന്നു. അത്ര ദത്വ ഇതി പദസ്യ കിം വിലോമപദം പ്രദത്തമസ്തി. ഇവിടെ ദത്വ എന്ന പദത്തിന് ഏത് വിലോമപദമാണ് പ്രയോഗിച്ചിരിക്കുന്നത്? ഗൃഹീത്വ. അടുത്ത് നോക്കാം. ബാലകഃ സുസ്ഥഃ സർപ്പശ്ച വ്യാപാദിതഃ തിഷ്ഠതി. കുട്ടിക്ക് യാതൊന്നും സംഭവിച്ചിട്ടുമില്ല, പാമ്പാകട്ടെ മരണപ്പെടുകയും ചെയ്തു. അത്ര ഇവിടെ ബാലകഃ സുസ്ഥഃ ഇത്യന്യോഃ പദയോഃ കിം വിശേഷണപദമസ്തി. ഈ രണ്ട് പദങ്ങളിൽ ഏതാണ് വിശേഷണപദം? സുസ്ഥഃ. യദി സത്വരം ന ഗച്ഛാമി ഇത്യത്ര ശീഘ്രം ഇതി പദസ്യ കിം പര്യായപദം പ്രയുക്തം. വേഗം പോയില്ല എന്നുണ്ടെങ്കിൽ ഇത്യത്ര, ഇവിടെ ശീഘ്രം എന്ന പദത്തിന് പര്യായപദമായിട്ട് ഏത് പദമാണ് പ്രയോഗിച്ചിരിക്കുന്നത്? സത്വരം. അടുത്ത ചോദ്യം നോക്കാം. ഘടനാക്രമാനുസാരം വാക്യാനി പുസ്തകായാം ലിഖത്. എങ്ങനെയാണോ സംഭവം നടന്നത് അത് കറക്റ്റ് ഓർഡറിൽ കണ്ടെത്തി എഴുതണം. ഓക്കെ. ഉജ്ജയിന്യാം മാധവോ നാമ വിപ്രഹ വസതി. ഉജ്ജയിനി എന്ന നഗരത്തിൽ മാധവ് എന്ന പേരുള്ള ഒരു ബ്രാഹ്മണൻ താമസിക്കുന്നു. ബ്രാഹ്മണഃ ശ്രാദ്ധാർത്ഥം രാജ്ഞാ നിമന്ത്രിതഃ ഭവതി. അടുത്ത ചോദ്യം നോക്കാം. ഘടനാക്രമാനുസാരം വാക്യാനി പുസ്തകായാം ലിഖത്. എങ്ങനെയാണോ കാര്യങ്ങൾ സംഭവിച്ചത് അത് കറക്റ്റ് ഓർഡറിൽ രേഖപ്പെടുത്തുക, എഴുതുക. ഓക്കെ. നോക്കാം. ഉജ്ജയിന്യാം മാധവോ നാമ വിപ്രഹ വസതി. ഉജ്ജയിനി എന്ന നഗരത്തിൽ മാധവ് എന്ന പേരുള്ള ഒരു ബ്രാഹ്മണൻ താമസിക്കുന്നു. ആട്ടെ, എന്നിട്ട് എന്താ സംഭവിച്ചേ? ബ്രാഹ്മണൻ്റെ ഭാര്യ ബ്രാഹ്മണനെ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് കുളിക്കാനായി പോകുന്നു. ആ സമയത്താണ് ആര് വിളിപ്പിക്കുന്നത്? രാജാവ് ബ്രാഹ്മണനെ കഴിക്കാനായിട്ട് വിളിപ്പിക്കുന്നത്. അപ്പോൾ ഏതാ അടുത്ത് വരിക? ബ്രാഹ്മണഃ ശ്രാദ്ധാർത്ഥം രാജ്ഞാ നിമന്ത്രിതഃ ഭവതി. പിന്നെയോ ബ്രാഹ്മണഃ നകുലം ബാലരക്ഷാർത്ഥം വ്യവസ്ഥാപ്യ ഗച്ഛതി. അവിടെ ആരും തന്നെ കുഞ്ഞിനെ നോക്കാനില്ലാത്തതുകൊണ്ട് തന്നെ ബ്രാഹ്മണൻ എന്ത് ചെയ്തു? ബ്രാഹ്മണൻ കീരിയെ കുഞ്ഞിൻ്റെ രക്ഷയ്ക്കായിട്ട് ഏൽപ്പിച്ചിട്ട് പോന്നു. ഓക്കെ. പിന്നെയോ ബ്രാഹ്മണഃ ശ്രാദ്ധാർത്ഥം രാജ്ഞഃ പ്രാസാദം ഗച്ഛതി. ബ്രാഹ്മണൻ കഴിക്കാനായിട്ട് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നു. നകുലഃ ബാലകസ്യ സമീപം ആഗച്ഛന്തം സർപ്പം മാരേതി. കീരി കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോകുന്ന പാമ്പിനെ കൊല്ലുന്നു. ബ്രാഹ്മണഃ ശ്രാദ്ധം ഗൃഹീത്വാ പ്രത്യാഗച്ഛതി. ബ്രാഹ്മണൻ ശ്രാദ്ധം ഗ്രഹിച്ച് തിരിച്ച് എത്തുന്നു. നകുലസ്യ മുഖം രക്തവിലിപ്തം ഭവതി. എത്തിയ ബ്രാഹ്മണൻ എന്താ കാണുന്നേ? കീരിയുടെ മുഖം രക്തത്താൽ മുങ്ങിയിരിക്കുന്നു.
ബ്രാഹ്മണഃ രക്തവിലിപ്തമുഖം നകുലം ദൃഷ്ട്വാ ചിന്തയതി നൂനം ഖാദിതഃ മേ പുത്രഃ അനേന നകുലേന. ഇത് കണ്ട ബ്രാഹ്മണൻ എന്താ ചിന്തിക്കുന്നേ? ബ്രാഹ്മണൻ രക്തത്തിൽ മുങ്ങിയ മുഖമുള്ള കീരിയെ കണ്ട് ചിന്തിച്ചു, ഈ കീരി എൻ്റെ കുഞ്ഞിനെ നിശ്ചയമായും കഴിച്ചിട്ടുണ്ടാകും എന്ന്. ആട്ടെ, പിന്നെന്താ സംഭവിക്കുന്നത്? അങ്ങനെ ചിന്തിച്ചിട്ട് ബ്രാഹ്മണൻ ഈ കീരിയെ കൊല്ലുകയാണ്. കൊന്നു കളഞ്ഞിട്ട് ബ്രാഹ്മണൻ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോകുമ്പം എന്താ കാണുന്നേ? ബ്രാഹ്മണഃ സുസ്ഥം പുത്രം ദൃഷ്ട്വാ വിഷാദം അനുഭവതി. ബ്രാഹ്മണൻ ഒരു കുഴപ്പവുമില്ലാത്ത കുഞ്ഞിനെ കണ്ട് സങ്കടപ്പെടുന്നു. എന്താ സങ്കടപ്പെടാൻ കാരണം? കുഞ്ഞിനെ കീരി ഉപദ്രവിച്ചു എന്ന് കരുതി ഈ ബ്രാഹ്മണൻ എന്തു ചെയ്തു? കീരിയെ അങ്ങ് കൊന്നു കളഞ്ഞു. കുഞ്ഞിനാണെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ല. അതുമൂലമാണ് ആർക്ക് സങ്കടമായത്? ബ്രാഹ്മണന് സങ്കടമായത്. പിന്നെയോ അതുകൊണ്ടാണ് പറയാറ് സഹസാ ക്രിയാം ന വിദധീത്. അതായത് എടുത്തു ചാടി ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല. അധോലിഖിത കഥനയോഃ ഉചിതഭാവാർത്ഥം ഇതി ചിഹ്നേന പ്രദർശയത്. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിന് ഉചിതമായ ഭാവാർത്ഥം ടിക്ക് എന്ന സൈനോടെ എന്ത് ചെയ്യണം? ഇൻഡിക്കേറ്റ് ചെയ്യുക. ഓക്കെ, നോക്കാം. സഹസ വിദധീത് ന ക്രിയാം. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ യോജിക്കുന്ന ഭാവാർത്ഥം ഇതിനകത്തുനിന്ന് കണ്ടെത്താണ് വേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. കാര്യം സർവദാ ഏവ വിചാരി കർത്തവ്യം. എന്ത് ജോലി ചെയ്താലും എപ്പോഴും ചിന്തിച്ച് വേണം ചെയ്യാൻ. അടുത്ത നോക്കാം. കാര്യം യഥാ കഥാ ഏവ വിചാര്യ കർത്തവ്യം. എന്ത് ജോലി ചെയ്താലും വല്ലപ്പോഴുമേ ചിന്തിച്ച് പ്രവർത്തിക്കാവൂ. കാനിശ്ചിത കാര്യാണി ഏവ വിചാര്യ കർത്തവ്യാനി ന തു സർവാണി. ചില കാര്യങ്ങൾ ചിന്തിച്ച് വേണം ചെയ്യാൻ, എല്ലാം ഒന്നും ചിന്തിച്ച് ചെയ്യേണ്ടതില്ല. അപ്പോൾ ഏതാണ് ശരിയായിട്ട് വരിക? അതെ, കാര്യം സർവദാ ഏവ വിചാരി കർത്തവ്യം. അടുത്ത നോക്കാം. ക്ഷിപ്രമക്രിയമാണസ്യ കാലഃ പിബതി തദ്രസം. ഇതിന് യോജിക്കുന്ന ഭാവാർത്ഥം ഇതിൽ ഏതാണ്? നോക്കിയാലോ. കാലഃ കാര്യസ്യ ആനന്ദം നാശയതി. സമയം ചെയ്യുന്ന കാര്യത്തിൻ്റെ സന്തോഷം നശിപ്പിക്കുന്നു. അതായത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രാധാന്യത്തിൽ കാലം അതായത് സമയം നശിപ്പിക്കുന്നു. കാര്യസ്യ ആനന്ദം സ്വയമേവ നശ്യതി. ചെയ്യുന്ന ജോലിയുടെ ആനന്ദം സ്വയമേവ നശിക്കുന്നു. കാര്യസ്യ സ്വാദഃ ന്യൂനഃ ഭവതി. ചെയ്യുന്ന കാര്യത്തിൻ്റെ അല്ലെങ്കിൽ ചെയ്യുന്ന ജോലിയുടെ സ്വാദ് കുറവായിരിക്കും. അടുത്ത ചോദ്യം നോക്കാം. സമുചിത പ്രദീപമേലനം കുരുത്ത്. അതായത് ഇവിടെ വേർഡ്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് ബോക്സിനകത്തുനിന്ന് കണ്ടെത്തി എഴുതണം. ഓക്കെ. ആദാനം പ്രധാനം, സമീപം ദൂരം, ദാരിദ്ര്യം സമ്പന്നത, വിവേകഃ അവിവേകഃ, ഉപസൃത്യ അപസൃത്യ. ഓക്കെ. അടുത്ത നോക്കാം. അത്ര വിശേഷണാനി ദത്താനി. ഇവിടെ വിശേഷണങ്ങൾ തന്നിട്ടുണ്ട്. ഏതാനി അധോലിഖിത വിശേഷൈഃ സഹ യോജയത്. ഇവിടെ എന്താ ചെയ്യണ്ടേ? വിശേഷ തന്നിട്ടുണ്ട്. നകുലഃ, ബാലകഃ, സർപ്പഃ. അതിനെ യോജിക്കുന്ന വിശേഷണങ്ങൾ എന്തൊക്കെയാണോ അത് കണ്ടെത്തി എഴുതണം. ഓക്കെ. അപ്പം നകുലഃ കീരിയെ ബന്ധപ്പെട്ട് എന്തൊക്കെ വരും? ചിരകാലപാലിതഃ, പുത്രനിർവിശേഷഃ, രക്തവിലിപ്തമുഖപാദഃ, ഉപകാരകഃ, മൃതഃ. ബാലകഃനോ സുസ്ഥഃ, സർപ്പഃ കൃഷ്ണഃ, വ്യാപാദിതഃ. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്ററിൻ്റെ എക്സസൈസ് എക്സ്പ്ലനേഷൻ മനസ്സിലായെന്ന് കരുതുന്നു. ഇതിൻ്റെ ചാപ്റ്റർ എക്സ്പ്ലനേഷൻ വീഡിയോ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ അവർക്കായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം.
അത് പോയി കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആവും. ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ എക്സസൈസ് എക്സ്പ്ലനേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്താൽ മതി. അത് ഞാൻ ക്ലിയർ ആക്കി തരാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്